എണ്ണ, വ്യാപാരം, സൈനികശക്തി, നയതന്ത്ര സമ്മർദ്ദം, വിവരയുദ്ധം ഇതെല്ലാം ഒരുമിച്ചേറ്റുമുട്ടുന്ന വേദിയായി ഹോർമുസ് കടലിടുക്ക് മാറുമ്പോൾ അതിന്റെ പ്രതിഫലനം യുദ്ധക്കപ്പലുകളിലെ ഒരു ഭക്ഷണത്തട്ടിലും പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇറാനോട് ചേർന്ന സമുദ്രപ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ ഭക്ഷ്യക്ഷാമമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ അതൊരു സാധാരണ സൈനിക വാർത്തയായി മാത്രം നിന്നില്ല, മറിച്ച് ലോകത്തിലെ രണ്ട് ശക്തികൾ തമ്മിലുള്ള തർക്കം എത്ര ആഴത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നതിന്റെ പ്രതീകമായി അത് മാറി. ഒരു വശത്ത് കപ്പലുകളിൽ ആവശ്യത്തിന് ഭക്ഷണമുണ്ടെന്നും സൈനികരുടെ ക്ഷേമമുറപ്പാക്കുന്നതിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും അമേരിക്കൻ നാവികസേന ആവർത്തിക്കുന്നു. മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചിത്രങ്ങൾ, കുടുംബാംഗങ്ങളുടെ ആശങ്കകൾ, യുദ്ധസജ്ജീകരണങ്ങളുടെ മനുഷ്യച്ചെലവ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുന്നു. സൈനിക ശക്തിയുടെ തിളക്കത്തിനപ്പുറം യുദ്ധം മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിന്റെ ഊർജ്ജനാഡിയാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം ഈ ഇടുങ്ങിയ ജലപാതയിലൂടെ കടന്നുപോകുന്നു. അതുകൊണ്ടുതന്നെ ഇവിടെയുണ്ടാകുന്ന ഓരോ സംഘർഷവും എണ്ണവിലയിൽ നിന്ന് ഓഹരി വിപണി വരെ ലോക സാമ്പത്തികത്തെ ബാധിക്കാൻ കഴിവുള്ളതാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുമ്പോൾ ഈ ജലപാത വെറും ഭൂപ്രദേശപരമായ പ്രശ്നമല്ല, ആഗോള ശക്തിതുല്യതയുടെ കേന്ദ്രബിന്ദുവാണ്. അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം ഇവിടെ സുരക്ഷയുടെ പേരിൽ ശക്തമാകുമ്പോൾ ഇറാൻ അത് സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കാണുന്നു. അതേസമയം അമേരിക്ക ഇറാന്റെ നീക്കങ്ങളെ അന്താരാഷ്ട്ര കടൽഗതാഗതത്തിനുള്ള ഭീഷണിയായി ചിത്രീകരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ യുദ്ധക്കപ്പലുകളിലെ ഭക്ഷണവിവാദം പോലും ഒരു വൻ രാഷ്ട്രീയ പ്രതീകമായി മാറുന്നത് അത്ഭുതകരമല്ല. യുദ്ധക്കപ്പലുകൾ സാധാരണ കപ്പലുകളല്ല, അവ കടലിൽ നീന്തുന്ന ചെറിയ നഗരങ്ങളാണ്. ആയിരക്കണക്കിനു സൈനികരും ഉദ്യോഗസ്ഥരും മാസങ്ങളോളം കരയിൽ കാൽ വയ്ക്കാതെ കഴിയുന്ന ഇടങ്ങളാണ് അവ. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഭക്ഷണം ഒരാഡംബരമല്ല, മാനസികാവസ്ഥയും യുദ്ധസജ്ജതയും നിലനിർത്തുന്ന അടിസ്ഥാന ഘടകമാണ്. ഒരു സൈനികന് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം അവന്റെ ആരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയും നേരിട്ട് ബാധിക്കുന്നു. അതുകൊണ്ടാണ് യുദ്ധക്കപ്പലുകളിൽ ഭക്ഷണം മോശമാണെന്നോ കുറവാണെന്നോ വരുന്ന ഓരോ ആരോപണവും സൈനികരുടെ കുടുംബങ്ങളിൽ ഉടൻ ആശങ്കയുണ്ടാക്കുന്നത്. കപ്പലുകളിൽ നിന്ന് പുറത്തുവന്നതായി പറയപ്പെടുന്ന ചിത്രങ്ങളിൽ ചെറിയ അളവിലുള്ള ഭക്ഷണം, അപൂർണമായ ഭക്ഷണത്തട്ട്, രുചിയില്ലാത്ത മെനു എന്നിവയാണ് ചർച്ചയായത്. ഇതൊക്കെ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണോ, ചില പ്രത്യേക സമയങ്ങളെടുത്ത ചിത്രങ്ങളോ, അതോ തെറ്റിദ്ധാരണയോ എന്നത് വേറൊരു ചർച്ചയാണ്. എന്നാൽ ഈ ചിത്രങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ സൃഷ്ടിച്ച പ്രതികരണം യാഥാർത്ഥ്യമാണ്. അമേരിക്കൻ നാവികസേനയുടെ മറുപടി വ്യക്തമായിരുന്നു. ഭക്ഷ്യക്ഷാമമില്ല, ലോജിസ്റ്റിക് സംവിധാനം ശക്തമാണ്, ആവശ്യമായ ഭക്ഷണശേഖരം ലഭ്യമാണ്, ആരോഗ്യകരമായ ഓപ്ഷനുകൾ നൽകുന്നു. ഇതായിരുന്നു ഔദ്യോഗിക നിലപാട്. യുദ്ധപ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന സേനകൾക്ക് വിതരണം തടസ്സപ്പെടാം, പക്ഷേ അത് താൽക്കാലികമാണ്, സംവിധാനങ്ങൾ വേഗത്തിൽ പുനഃസ്ഥാപിക്കപ്പെടും എന്നും അവർ വ്യക്തമാക്കി. ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്, ഇത് വെറും ഭക്ഷണ വിവാദമല്ല, സൈനിക വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനയായി സ്വയം അവതരിപ്പിക്കുന്ന അമേരിക്കയ്ക്ക് സ്വന്തം യുദ്ധക്കപ്പലുകളിൽ ഭക്ഷണം പോലും മതിയായ രീതിയിൽ നൽകാനാകുന്നില്ലെന്ന തോന്നൽ രൂപപ്പെടുന്നത് വലിയ പ്രതിച്ഛായ നഷ്ടമാകും. അതിനാൽ ഇത്തരം ആരോപണങ്ങൾക്ക് അവർ ഉടൻ മറുപടി നൽകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശം വിവരയുദ്ധമാണ്. ആധുനിക സംഘർഷങ്ങൾ ഇനി വെറും മിസൈലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഏറ്റുമുട്ടലല്ല. ഒരു ചിത്രം, ഒരു ട്വീറ്റ്, ഒരു റിപ്പോർട്ട്, ഒരു വീഡിയോ, ഇവയും ഇന്ന് ആയുധങ്ങളാണ്. യുദ്ധഭൂമിയിൽ നടക്കുന്നതിനേക്കാൾ അതിനെക്കുറിച്ച് ലോകം എന്താണ് വിശ്വസിക്കുന്നത് എന്നതാണ് പലപ്പോഴും കൂടുതൽ നിർണായകം. ഒരു ശൂന്യമായ ഭക്ഷണത്തട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ സഹാനുഭൂതി സൃഷ്ടിക്കാം. അതേസമയം എല്ലാം നിയന്ത്രണത്തിലാണ് എന്ന ഔദ്യോഗിക പ്രസ്താവന ആത്മവിശ്വാസം പകരാം. ഈ രണ്ട് നാരായണങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. സത്യം ചിലപ്പോൾ ഇതിന്റെ നടുവിലായിരിക്കും. ഇറാന്റെ നിലപാടും മനസ്സിലാക്കണം. വർഷങ്ങളായി ഉപരോധങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളും നേരിടുന്ന രാജ്യമെന്ന നിലയിൽ അമേരിക്കൻ സാന്നിധ്യത്തെ അവർ തങ്ങളുടെ സ്വാധീന പരിധിയിലേക്കുള്ള കടന്നുകയറ്റമായി കാണുന്നു. അതുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്കിലെ ഓരോ അമേരിക്കൻ നീക്കവും ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ പ്രശ്നങ്ങളുണ്ടെന്ന വാർത്തകൾ പുറത്തുവരുന്നത് ഇറാന് നയതന്ത്രപരമായ നേട്ടമായി കാണപ്പെടാം. എന്നാൽ മറുവശത്ത് സമുദ്രപ്രദേശത്തെ സ്ഥിരത തകരുമ്പോൾ ഏറ്റവും വലിയ ആർത്ഥികാഘാതം നേരിടുന്ന രാജ്യങ്ങളിൽ ഇറാനും ഉൾപ്പെടും. അതിനാൽ രണ്ടു പക്ഷങ്ങളും ശക്തിപ്രകടനം നടത്തുമ്പോഴും പൂർണ്ണമായ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സംഭവവികാസങ്ങളിൽ ഏറ്റവും കുറച്ചു കേൾക്കുന്ന ശബ്ദം സൈനികരുടെ കുടുംബങ്ങളുടേതാണ്. യുദ്ധക്കപ്പലിൽ ജോലി ചെയ്യുന്ന മകനോ മകളോ ഭർത്താവോ ഭാര്യയോ സുരക്ഷിതരാണോ, മതിയായ ഭക്ഷണമുണ്ടോ, വിശ്രമമുണ്ടോ, ആരോഗ്യപ്രശ്നങ്ങളില്ലയോ, ഇവയാണ് അവരുടെ യഥാർത്ഥ ചോദ്യങ്ങൾ.
രാജ്യങ്ങൾ ഭൂപടം നോക്കി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുടുംബങ്ങൾ ഫോൺ കോൾ കാത്തിരിക്കുന്നു. സർക്കാരുകൾ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അമ്മമാർ ഉറക്കമില്ലാതെ രാത്രികൾ കഴിക്കുന്നു. യുദ്ധരാഷ്ട്രീയത്തിന്റെ ഈ മനുഷ്യവശം പലപ്പോഴും തലക്കെട്ടുകളിൽ ഇടം പിടിക്കാറില്ല. ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഈ സംഘർഷം വലിയ വെല്ലുവിളിയാണ്. ഹോർമുസ് പ്രദേശത്ത് ചെറിയൊരു സംഘർഷ സൂചന വന്നാൽ പോലും എണ്ണവില ഉയരും, ഇൻഷുറൻസ് ചെലവ് കൂടും, കപ്പൽ ഗതാഗത നിപണികൾ പുനഃപരിശോധിക്കും, വിപണികളിൽ അനിശ്ചിതത്വം വർദ്ധിക്കും. ദൂരെയുള്ള രാജ്യങ്ങളിലെ സാധാരണ ജനങ്ങൾക്കും ഇന്ധനവിലയിലൂടെയും ചരക്കുവിലയിലൂടെയും അതിന്റെ ആഘാതം അനുഭവിക്കേണ്ടിവരും. അതിനാൽ ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നമല്ല, ലോകത്തിന്റെ അടുക്കളയിലേക്കും പെട്രോൾ പമ്പിലേക്കും വ്യാപിക്കുന്ന പ്രശ്നമാണ്. അവസാനമായി, യുദ്ധക്കപ്പലുകളിലെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഈ വിവാദം ഒരു ചെറിയ വാർത്തയെന്നതിലുപരി വലിയൊരു യാഥാർത്ഥ്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശക്തരാജ്യങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ സൂചനകൾ ചിലപ്പോൾ മിസൈൽ പരീക്ഷണങ്ങളിലല്ല, ഒരു സൈനികന്റെ ലഞ്ച് ട്രേയിലാകും ആദ്യം കാണുക. കടലിൽ നീങ്ങുന്ന യുദ്ധക്കപ്പലുകൾ ശക്തിയുടെ പ്രതീകങ്ങളായിരിക്കാം, പക്ഷേ അവയുടെ ഉള്ളിൽ മനുഷ്യരാണ് ജീവിക്കുന്നത്. അവരുടെ ആരോഗ്യവും ആത്മവിശ്വാസവും സുരക്ഷയും ഉറപ്പാക്കുക ഏത് രാജ്യത്തിനും ആദ്യ ബാധ്യതയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇന്നുണ്ടാകുന്നത് വെറും സൈനിക സംഘർഷമല്ല, ശക്തിയും മനുഷ്യാവബോധവും തമ്മിലുള്ള പരീക്ഷണമാണ്. ലോകമിപ്പോൾ കാത്തിരിക്കുന്നത് അടുത്ത നീക്കത്തേക്കാൾ വിവേകമുള്ള ഒരു തീരുമാനത്തെയാണ്.